ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അല്പനേരം 1-ാം നൂറ്റാണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 1-ാം നൂറ്റാണ്ടിൽ യെരുശലേമിൽ കൂടിയ ഒരു സന്നദ്ധി സംഘത്തിന്റെ വിസ്താര യോഗം ഞങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ റോമൻ ഗവൺമെന്റിനെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം നസറേനായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് അവസാനിക്കും എന്ന് കരുതിയ ക്രിസ്തുമാർഗത്തിന്റെ അത്ഭുതാത്മകമായ വളർച്ചയാണ്. ഈ വളർച്ചയുടെ കാരണം കണ്ടുപിടിക്കുവാൻ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി ആരെന്ന് കണ്ടുപിടിക്കുവാൻ റോമൻ ഗവൺമെന്റ് ഒരു സന്നദ്ധി സംഘത്തെ നിയോഗിക്കുകയുണ്ടായി. ആ സന്നദ്ധി സംഘത്തിന്റെ തലവൻ ഇതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുവാൻ ചില വ്യക്തികളെ സെനറ്റർമാരായി നിയോഗിച്ചു. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും ഈ ക്രിസ്തുമാർഗം വളരുന്നതല്ലാതെ ഇതിന്റെ പിന്നിലുള്ള കാരണക്കാരൻ ആരെന്ന് കണ്ടുപിടിക്കുവാൻ റോമൻ ഗവൺമെന്റ് ആയില്ല. ഇതിൽ കുപിതനായ സന്നദ്ധി സംഘത്തിന്റെ തലവൻ ആ സെനറ്റർമാരെ ഇന്ന് തന്റെ വിസ്താര സ്ഥലത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ആ സന്നദ്ധി സംഘ തലവന്റെ മുമ്പാകെ നടന്ന വിസ്താര യോഗം ഞങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാൽ ഷാലോം. ഇവിടെ എന്തൊക്കെയാവോ നടക്കാൻ പോകുന്നത്? ജഡ്ജുമാകെ ദേശത്തിലാണല്ലോ കേട്ടോ, ഈ ക്രിസ്തു മാർഗത്തിന്റെ വളർച്ച നമ്മുടെ സമാധാനമാണ് പോയി കിട്ടിയത്. ഇന്നെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടിയാൽ മതിയായിരുന്നു. ശലോം ഷാലോം പ്രഭു. ഇന്ന് ഇത്രയും പേര് നമ്മുടെ വാദം കേൾക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ടല്ലോ, വളരെ നല്ലത്. ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ ക്രിസ്തുമാർഗത്തിന്റെ വളർച്ച. നസറാനായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ അവസാനിച്ചു എന്ന് കരുതിയ ഈ മാർഗം നാളുകൾ കഴിയുന്തോറും പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വളർച്ചയ്ക്ക് പിന്നിലുള്ള പ്രേരകശക്തി ആര് എന്ന് കണ്ടുപിടിക്കേണ്ടത് റോമൻ ഗവൺമെന്റിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഈ പ്രേരകശക്തി ആരെന്ന് കണ്ടുപിടിച്ച് അത് അമർച്ച ചെയ്തില്ല എങ്കിൽ ഈ ക്രിസ്തുമാർഗം ഈ ലോകത്തെ തന്നെ കീഴ്മേൽ മറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിനുവേണ്ടി ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചില പ്രമുഖരെ നിയോഗിക്കുകയുണ്ടായി. അവരുടെ റിപ്പോർട്ടിന് വേണ്ടി ഈ കോടതി കാത്തിരിക്കുകയാണ്. എനിക്കത് അറിഞ്ഞേ പറ്റും. കുറെ നാളുകളായി അവർ പഠിക്കുന്നു പോലും. ഇന്ന് ആരെങ്കിലും റിപ്പോർട്ടുമായിട്ട് കടന്നു വന്നിട്ടുണ്ടോ? എന്നാൽ അദ്ദേഹത്തെ വിളിക്കൂ. സെന്റർ നമ്പർ 1, സെന്റർ നമ്പർ 1, സെന്റർ നമ്പർ 1. ശാലോം പ്രഭു, അങ്ങനെ ഈ ദൗത്യം ഞാൻ ഒരു വിശ്വസിച്ചോടെ ചോദിച്ചു. കുറച്ച് താമസിച്ചു പോയി ക്ഷമിക്കണം. ഇത് കുറച്ച് സങ്കീർണമായ പ്രശ്നമാണ്. എന്റെ സുദീർഘമായ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഈ ക്രിസ്തുമാർഗത്തിന്റെ വളർച്ചയിലുള്ള പ്രേരശക്തി അപ്പോസ്തലനായ പത്രോസ് എന്റെ പഠന റിപ്പോർട്ട് ഞാൻ ഇങ്ങനെ സമർപ്പിക്കുന്നു. നിങ്ങൾ തന്നെ വിശദീകരിക്കും. യേശുവാണ് വലിയ മേന്മകളൊന്നും അവകാശപ്പെടാത്ത പശ്ചാത്തലമോ പാരമ്പര്യമോ ശ്രീമൻ പത്രോസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശു തന്നെ സ്വന്തം ശിഷ്യനായി വിളിച്ചത് മുതൽ മീൻപിടുത്തനായ പത്രോസിന്റെ ജീവിതം നാടകീയ പരിവർത്തന വിധേയമായി. ഗന്നസരേ തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് ഒന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ യേശുവിന്റെ വാക്ക് കേട്ട് വലയിറക്കി. പെരുത്ത മീൻകൂട്ടം വലയപ്പെട്ടു. ഈ അത്ഭുതം കണ്ട പത്രോസ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് അപേക്ഷിച്ചു. എന്നാൽ യേശു, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നതിനാകും എന്ന് പത്രോസിനോട് ഉറപ്പ് കൊടുത്തു. അനന്തരം അവൻ സകലവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ആളുകൾ തന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. അതിന് പത്രോസ് നൽകിയ മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോഴാണ് നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞത്.
ദ്രുതഗതിക്കാരനും നല്ലപോലെ ചിന്തിക്കാതെ എടുത്തിയാടി പ്രവർത്തിക്കുന്നതുമായിരുന്നു പത്രോസ്. പെന്തക്കോസ്ത് നാളിന് ശേഷം അക്ഷരാർത്ഥത്തിൽ പാറയെപ്പോലെ ഉറപ്പുള്ളവനായി മാറി. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ആദിമസഭയിലേക്ക് ആനയിച്ച പത്രോസ് യേശു നടന്നതുപോലെ കടലിൽ മീതെ നടന്നു. യേശു പത്രോസിനെ ഏൽപ്പിച്ചത് സഭയുടെ താക്കോലല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലായിരുന്നു. സുവിശേഷത്തിന്റെ വാതിൽ യഹൂദന്മാർക്കും ശമരിയർക്കും ജാതികൾക്കും തുറന്നു കൊടുത്തത് പത്രോസാണ്. കാൽവരിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന് വേണ്ടി ഒടുവിൽ തലകീഴായി ക്രൂശിക്കപ്പെടുവാനും പത്രോസ് തയ്യാറായി. എൻ്റെ അഭിപ്രായത്തിൽ ഈ പത്രോസാണ് ക്രിസ്തുമാർഗത്തിന് വളർച്ചപ്പെടുള്ള പ്രേരകശക്തി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിക്കുകയും സുവിശേഷത്തിന്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുത്തത് ഈ പത്രോസ് ആണെങ്കിൽ അദ്ദേഹമായിരിക്കും ക്രിസ്തുമാർഗത്തിന്റെ പിമ്പിലുള്ള പ്രേരകശക്തി. അതല്ല എന്ന് പറയുവാൻ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? ആരാണത്? മറ്റൊരാൾ വന്നിട്ടുണ്ട് പ്രഭു. അദ്ദേഹത്തെ വിളിക്കൂ. Senator number 2, Senator number 2, Senator number 2. ഷാലോ. പ്രഭു, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ വളരെ ഗൗരവത്തോടെ നിറവേറ്റി. എൻ്റെ ദീർഘകാലത്തെ പഠനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന യോഹന്നാനാണ് ഈ ക്രിസ്തുമാർഗത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ. എൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ സമർപ്പിക്കുന്നു. നിങ്ങൾ തന്നെ വിശദീകരിക്കും. യെസ് യോൺ. സെബദിയുടെ പുത്രൻ, യേശുവിൻ്റെ അടുത്ത ചാർച്ചക്കാരൻ, യേശു അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് താൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഏക ശിഷ്യൻ യോഹന്നാനായിരുന്നു. ആദിമസഭ നേരിട്ട ദുരുപദേശത്തിനെതിരെ ഏറ്റവും കൂടുതൽ പൊരുതിയ അപ്പോസ്തലൻ. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യരൂപം മാറി ദിവ്യരൂപം കണ്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. മറ്റ് ശിഷ്യന്മാർക്ക് ലഭിക്കാത്ത സഭയുടെ ഭാവികാല സംഭവങ്ങളും സ്വർഗീയ ദർശനങ്ങളും വെളിപ്പാടായി ദൈവം കാണിച്ചു കൊടുത്തത് യോഹന്നാനായിരുന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്രിസ്തുമാർഗത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള പ്രേരകശക്തി യോഹന്നാനാണ്. ദാറ്റ്സ് ഓൾ ഇൻ ഓൾ. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സഭയുടെ ഭാവികാല സംഭവങ്ങളും ഈ യോഹന്നാനാണ് കാണിച്ചു കൊടുത്തതെങ്കിൽ എനിക്കും തോന്നുന്നു അദ്ദേഹം തന്നെയാകാം ഈ ക്രിസ്തുമാർഗത്തിന്റെ പ്രേരകശക്തി എന്നാണ്. അല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഉണ്ട് പ്രഭു. ഇനിയുമുണ്ടോ? മറ്റൊരാൾ വന്നിട്ടുണ്ട് പ്രഭു. എന്നാൽ അദ്ദേഹത്തെ വിളിക്കും. Senator number 3, Senator number 3, Senator number 3. ഷാലോ പ്രഭു. ഷാലോ. പ്രഭു, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം അത് അറിയിക്കുന്ന ഗൗരവത്തോടെ ഞാൻ നിർവഹിച്ചു. എൻ്റെ ദീർഘനാളത്തെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുമാർഗത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. എൻ്റെ പഠന റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നു. ശൗലിന്റെ നേതൃത്വത്തിൽ കല്ലെറിഞ്ഞു കൊന്ന സ്തേഫാനോസ് ആണോ? അതേ പ്രഭു. നിങ്ങൾ വിശദീകരിക്കൂ. യേശു ആദിമസഭയിൽ മേശയെ ശുശ്രൂഷിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു സ്തേഫാനോസ്. സ്തേഫാനോസ് കൃപയും ശക്തി നിറഞ്ഞവനായി അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തതിൽ കുപിതരായ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു എന്ന് പറയപ്പെടുന്നു. ശൗലിന്റെ നേതൃത്വത്തിൽ അവർ സ്തേഫാനോസിനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു. അങ്ങനെ ലോക ചരിത്രത്തിൽ ക്രിസ്തു മാർഗത്തിന്റെ ആദ്യ രക്തസാക്ഷിയായി സ്തേഫാനോസ് മാറി. ഈ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം ഇസ്രയേലിൽ കൂടിയുള്ള വിശ്വാസികൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകുന്നതിന് കാരണമായി. സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം മൂലം ചിതറിപ്പോയ വിശ്വാസികൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വർദ്ധിച്ച വിശ്വാസത്തോടും വീര്യത്തോടും സുവിശേഷം പ്രസംഗിച്ച് അനേകരെ ശിഷ്യന്മാരാക്കി. അങ്ങനെ ഈ ക്രിസ്തു മാർഗം ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്തേഫാനോസാണ് ഈ ക്രിസ്തു മാർഗത്തിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണക്കാരൻ. താഴ്ചയോടെയുള്ളത്. ഇയാൾ പറഞ്ഞതിലും കാരണമില്ലാതില്ല. ഒരുപക്ഷെ സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നെങ്കിൽ ഈ മാർഗം യെരുശലേമിൽ മാത്രം ഒതുക്കപ്പെടുമായിരുന്നു.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിസ്താരം നമുക്കിവിടെ നിർത്താം. ഈ സ്തെഫാനോസ് ആയിരിക്കും ഇതിന് കാരണക്കാരെന്നതിൽ നിങ്ങളും എന്നോടൊപ്പം യോജിക്കുമല്ലോ. പ്രഭു, നീ ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. ഇനിയുമുണ്ടോ ഒരാൾ? അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തെ വിളിക്കും. Center number 4, center number 4, center number 4. ശാലോം പ്രഭു. ശാലോം പ്രഭു, അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർണ്ണ ഗൗരവത്തോടെ നിർവഹിച്ചു. എൻ്റെ പഠനത്തിൽ ജാതികളുടെ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശൗൽ എന്ന പൗലോസാണ് ഈ ക്രിസ്തുമാർഗത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ. എൻ്റെ പഠന റിപ്പോർട്ട് ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ആര്? യഹൂദനായിരുന്ന ശൗലോ? അതേ പ്രഭു. വിശദീകരിക്കൂ. ക്രൈസ്തവ ചരിത്രത്തിൽ അനുഭവബുദ്ധിയോടെ വിരാജിക്കുന്ന അപൂർവ ജ്യോതിസാണ് അപ്പോസ്തലനായ പൗലോസ്. നസ്രയനായ യേശുവിന് ശേഷം സഭാ ചരിത്രത്തിൽ ശക്തമായി മുഴുകിക്കേട്ട ശബ്ദം പൗലോസിൻ്റെതാണ്. വിജാതിയരുടെ അപ്പോസ്തലനാണ് പൗലോസ്. തന്റെ എബ്രായ നാമം ശൗൽ എന്നായിരുന്നു. നിങ്ങൾ മുമ്പ് കേട്ട അതേ ശൗൽ. ക്രിസ്ത്യാനിയായതിനു ശേഷം ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ശരീവൻ എന്നറിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പൗലോസ് എന്ന പേര് സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു. സ്തേഫാനോസിന്റെ മരണത്തോടെ ആരംഭിച്ച ക്രിസ്തുമാർഗത്തിന്റെ പീഡനത്തിന്റെ നേതൃത്വം ശൗലിനായിരുന്നു. ഈ ക്രിസ്തുമാർഗത്തിന്റെ ഉന്മൂലനാശത്തിനു വേണ്ടി മഹാപുരോഹിതരിൽ നിന്നും അധികാര പത്രവും വാങ്ങി ദമസ്കോസിന് സമീപിച്ചപ്പോഴാണ് തന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന് ഇടയായ ആ സംഭവം ഉണ്ടായത്. ഒരു ദൈവീക ഇടപെടൽ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി അദ്ദേഹം നടത്തിയ യാത്രകൾ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ വർണ്ണനാതീതമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന അദ്ദേഹത്തിന്റെ ഒറ്റ വാക്ക് മതി ഈ വ്യക്തിയെ മനസ്സിലാക്കുവാൻ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ മറ്റു 3 പേരെ കുറിച്ച് കേട്ടത്? അല്ല പ്രഭു, അല്ല. അങ്ങയുടെ അറിവിനായിട്ട് ആ മഹത് വ്യക്തി സ്വാധീനിച്ച ചില സാക്ഷികളെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാക്ഷികളോ? ആരാണവർ? ജീവിതത്തിന്റെ വിവിധ തുറവിൽപ്പെട്ടവർ. പൗലോസ് എന്ന വ്യക്തിയെ അടുത്തറിഞ്ഞ ചില ജീവിതങ്ങൾ, അവരുടെ വാക്കുകൾ കൂടി അങ്ങ് കേൾക്കുമാറാകണം. അനുവദിച്ചിരിക്കുന്നു. തിമോത്തിയോസ്, പൗലോസിന്റെ സന്തത സഹചാരി, ആത്മീയ മകനുമായിരുന്ന തിമോത്തിയോസ്. തിമോത്തി ഹാജ ഉണ്ടോ? തിമോത്തി ഹാജ ഉണ്ടോ? തിമോത്തി ഹാജ ഉണ്ടോ? ശാലോം തിമോത്തി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രഭോ, എൻ്റെ പേര് തിമോത്തി. വൃത്തിതുല്യനായി ഞാൻ സ്നേഹിച്ചിരുന്ന പൗലോസ് എന്ന വ്യക്തിയെ ആദ്യമായി കാണുന്നത് ലുസ്രയിൽ വെച്ചാണ്. തന്നെ കണ്ട നാൾ മുതൽ ഒരു മകനെ പോലെ കൂടെ നടക്കുവാനും തന്നിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി, സഭകളുടെ വളർച്ചയ്ക്കായി താൻ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ വിവരിക്കാവുന്നതിലും അതീതമാണ്. റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തനിക്ക് എന്നോട് പറയുവാനുണ്ടായിരുന്ന ഉപദേശം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളതായിരുന്നു. നീറോയുടെ വാളിന് ഇരയായിത്തീരുന്നതിന് മുമ്പും തൻ്റെ അന്ത്യാഭിലാഷം വിശ്വാസത്തിൽ നിജപുത്രനായ എന്നെ ഒന്നുകൂടെ കാണുക എന്നുള്ളതായിരുന്നു. ഇനി എന്തൊക്കെയോ എന്നോട് പറയുവാനുണ്ടായിരുന്നു. അതിനുവേണ്ടി അവസാനമായി താൻ ഒരു കത്തും എഴുതി. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം താൻ എന്നെ എഴുതി അറിയിച്ചതുപോലെ തൻ്റെ പുതപ്പും ചർമ്മലിഖിതങ്ങളുമായി റോമൻ കാരാഗ്രഹത്തിൽ എത്തുമ്പോഴേക്കും ആ നല്ല മനുഷ്യൻ നീറോയുടെ വാളിന് ഇരയായി കഴിഞ്ഞിരുന്നു. അവസാനമായി ആ ധീര പോരാളിയെ ഒന്നുകൂടെ കാണുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള അതീവ ദുഃഖത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ഇത്രയുമേ ഉള്ളൂ പ്രഭു, എനിക്ക് പറയൂ. പ്രഭു, അടുത്തതായിട്ട് ഫിലിപ്പിയിൽ നിന്ന് വന്ന ഒരു കാരാഗ്രഹ പ്രമാണി. അയാൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദയവായി അനുവാദം തന്നാലും. അനുവദിച്ചിരിക്കുന്നു. ഷാലോം പ്രഭു. ശാലോം പ്രഭു, ഞാൻ ഫിലിപ്പ് ജയിലിലെ മേലധികാരി. ഒരിക്കൽ പൗലോസിനെയും ഷീലാസിനെയും എൻ്റെ ജയിലിൽ കൊണ്ടുവന്ന് തടവിലാക്കി. രാത്രിയായപ്പോൾ ഇവർ ഉച്ചത്തിൽ പാട്ട് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എനിക്ക് കേൾക്കാമായിരുന്നു. അതിശയമെന്ന് പറയട്ടെ, രാത്രിയിൽ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെയും കുലുങ്ങി, വാതിലുകൾ തുറന്ന് ചങ്ങലകൾ അഴിഞ്ഞ് ആമത്തിലിട്ടിരുന്ന എല്ലാവരും സ്വതന്ത്രരായി. എൻ്റെ ജയിലിലുള്ള എല്ലാ തടവുകാരും ഓടിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ റോമ ഗവൺമെൻറ് നിയമം അനുസരിച്ച് എൻ്റെ തടവിലുള്ള തടവുകാർ രക്ഷപ്പെട്ടാൽ ആ കുറ്റം എൻ്റെ മേൽ വരികയും ഞാൻ വധശിക്ഷയ്ക്ക് വിധേയനാകപ്പെടുകയും ചെയ്യും. ഇക്കാരണത്താൽ
സ്വയം ജീവനൊടുക്കി കളയാമെന്ന് വിചാരിച്ച് ഞാൻ അരയിൽ നിന്ന് എൻ്റെ വാൾ ഊരി. പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോകാമായിരുന്ന പൗലോസും കൂട്ടരും എന്നെ യാതൊരു മുൻപരിചയം ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, നിനക്ക് ദോഷമായി ഒന്നും ചെയ്യരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പുറത്തു ചെന്ന് നോക്കുമ്പോൾ ചങ്ങലകളിൽ നിന്ന് സ്വതന്ത്രരായി പൗലോസും കൂട്ടരും ജയിലിന് വെളിയിൽ നിൽക്കുന്നു. ഈ പൗലോസ് എന്ന വ്യക്തിയാണ് എനിക്ക് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വലിയവനായ ദൈവം പൗലോസിനെയും കൂട്ടരെയും എൻ്റെ ജയിലിലേക്ക് കൊണ്ടുവന്നത്. സുവിശേഷത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുന്ന ഒരു നല്ലവനായ മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൊള്ളാലോ ജയിലറെ താങ്കളുടെ സാക്ഷ്യം. അട്ടെ, ഇനി ആരെങ്കിലും ഉണ്ടോ? പ്രഭു, ഇനി ഒരു സഹോദരിക്ക് കൂടി ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി ദയവായി ഒന്ന് കേൾക്കുമാറാകണം. എന്താ, ഒരു സ്ത്രീക്കും പറയുവാനുണ്ടോ? അതേ പ്രഭു, യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ആദ്യകാല വിശ്വാസി, ഫിലിപ്പിയ സഭയിലെ ആദ്യകാല വിശ്വാസികളും ഒരാളുമായിരുന്ന ലുദിയ, അവൾക്കും ചിലത് പറയാനുണ്ട്. ലുദിയ ഹാജരുണ്ടോ? ലുദിയ ഹാജരുണ്ടോ? ലുദിയ ഹാജരുണ്ടോ? ശാലോം പ്രഭു. ശാലോം ലുദിയ. പ്രഭു, എൻ്റെ പേര് ലുദിയ. ഞാൻ തുയത്തൈരിയ പട്ടണക്കാരിയായിരുന്നു. വസ്ത്രവ്യാപാരത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഫിലിപ്പിയിലെത്തിയത്. ഒരിക്കൽ ഞങ്ങൾ പുഴവക്കത്തിരിക്കുമ്പോൾ പൗലോസും കൂട്ടരും ഞങ്ങളുടെ അടുത്ത് വന്ന് സുവിശേഷം അറിയിച്ചു. ആ ദിവസം ഞാൻ ഇന്നേ പോലെ ഓർക്കുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ശരിക്കും അന്നെൻ്റെ ഭാഗ്യനാളായിരുന്നു. അന്ന് ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഞാനും എൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ദേവദാസന്മാർക്കായി ഞാൻ എൻ്റെ ഭവനം തുറന്നു കൊടുത്തു. അവരെൻ്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ തന്നെ ആദ്യമായി ഫിലിപ്പിയിൽ ഒരു ദേവസഭ സ്ഥാപിച്ചു. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അനേകർ ആ ദേവസഭയോട് ചേർന്നു. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫിലിപ്പിയ ദേവസഭയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച വ്യക്തി പൗലോസ് തന്നെയാണ്. ഇത്രയുമേ ഉള്ളൂ പ്രഭു. യൂറോപ്പിൽ വരെ വ്യാപിച്ചിരിക്കുന്നു. ആട്ടെ, ഇനി ആരാണുള്ളത്? പ്രഭു, ഇനി ഒരു അടിമയ്ക്ക് കൂടി പറയാനുള്ളത് അങ്ങ് ദയവായി കേൾക്കുമാറാകണം. അടിമയ്ക്കും ചിലത് പറയാനുണ്ടോ? അനുവദിച്ചിരിക്കുന്നു. പൗലോസിന് നല്ലതുപോലെ പ്രയോജനപ്പെട്ടവനും പ്രാണപ്രിയനും വിശ്വസ്തനും അടിമയുമായിരുന്ന ഒനേസിമോസ്. ഒനേസിമോസ് ഹാജരുണ്ടോ? ഒനേസിമോസ് ഹാജരുണ്ടോ? ഒനേസിമോസ് ഹാജരുണ്ടോ? ശാലോം പ്രഭു. ശാലോം ഒനേസിമോസ്. എൻ്റെ പേര് ഒനേസിമോസ്. ഞാൻ കൊലോസിലെ ധനാഢ്യനായിരുന്ന ഫിലോമോൻ സാബിൻ്റെ അടിമയായിരുന്നു. ഒരിക്കലൊരു ദുർബല നിമിഷത്തിൽ എൻ്റെ യജമാനൻ്റെ ഭവനത്തിൽ നിന്നും ചില വസ്തുക്കൾ മോഷ്ടിച്ച് റോമിലേക്ക് ഓടിപ്പോയി റോമൻ ജയിലിൽ അകപ്പെടുവാനിടയായി. ഈ പൗലോസ് ഒരു ജയിലിലും വെറുതെ ഇരുന്നില്ല. സുവിശേഷ നിമിത്തം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ളവരുടെയൊക്കെയും സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. എനിക്കും തന്നിൽ നിന്നും ദൈവവചനം കേൾക്കുവാനും ഒരു ദൈവമകനായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്തൊരു സ്നേഹമുള്ള മനുഷ്യൻ! എന്നെ എൻ്റെ യജമാനായ ഫിലോമോൻ്റെ അടുക്കലേക്ക് വിടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നെ ഒരു മകനെ പോലെ കരുതി അദ്ദേഹം എന്നെ എൻ്റെ യജമാൻ്റെ അടുക്കലേക്ക് തിരികെ വിടുവാനായി ഒരു ശുപാർശ കത്തും നൽകി എന്നെ തിരികെ അയച്ചു. അതിലെ ചില വാക്കുകൾ ഇപ്പോഴും എനിക്ക് അതിശയമാണ്. അവനെന്നെ ദാസനല്ല, ദാസനുമേ പ്രിയ സഹോദരൻ. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടോ, കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ എഴുതിക്കൊള്ളുക, ഞാൻ തന്നു ചേർക്കാം. എന്നെപ്പോലെ അടിമയായവർക്ക് സ്നേഹിക്കുവാനും രക്ഷിക്കുവാനും ഈ പൗലോസ് പ്രസംഗിക്കുന്ന ദൈവസ്നേഹത്തിനല്ലാതെ ഒന്നിനും കഴിയുകയില്ല. നിങ്ങൾക്കറിയാമോ, ആ പൗലോസ് എഴുതിയ കത്ത് ഇന്ന് പല സഭകൾക്കും സഹോദരങ്ങൾക്കും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയുമേ അടിയനെ അങ്ങോട്ട് ബോധിപ്പിക്കാനുള്ള പ്രഭാവം. That's all, Your Honor. ഇന്ന് ഞാനിവിടെ കേട്ടതിൻ്റെയും സാക്ഷികളുടെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മുമ്പ് പറഞ്ഞ പത്രോസും യോഹന്നാനും സ്തേഫാനോസും എല്ലാം തന്നെ ഈ ക്രിസ്തുമാർഗത്തിന്റെ വളർച്ചയ്ക്ക് മുമ്പിൽ അധ്വാനിച്ചിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ നിഗമനത്തിൽ തർസോസുകാരനായ ശൗൽ എന്ന പൗലോസാണ്. പ്രഭു, എനിക്കൊരു കാര്യം ബോധിപ്പിക്കാൻ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രഭു, ആ കാലഘട്ടത്തിൽ പൗലോസിനോടൊപ്പം അന്നുണ്ടായിരുന്ന അപ്പല്ലോസിനൊരു സ്ഥാനവുമില്ലേ? പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു എന്നാണല്ലോ അന്നത്തെ പറച്ചിൽ. അപ്പല്ലോസ്? അത് ഞാനും കേട്ടിട്ടുണ്ട് പ്രഭു. സ്വർണ്ണനാവുള്ള വാഗ്മിയും പണ്ഡിതനുമായ അപ്പല്ലോസ്
ക്രിസ്തുമാർഗത്തിന്റെ വളർച്ചയ്ക്കായി ഒത്തിരി പ്രസംഗിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തിനേറെ പറയണം, കൊരിന്ത് സഭയിൽ പോലും പൗലോസിന്റെ പക്ഷക്കാരും അപ്പൊല്ലോസിന്റെ പക്ഷക്കാരും ഉണ്ടായിരുന്നു. പ്രഭു, ആ അപ്പോലോസിന്റെ വിസ്താരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊല്ലോസ് ഇവിടെ വന്നിട്ടുണ്ടോ? അതെ പ്രഭു. എന്നാൽ അദ്ദേഹത്തെ വിളിക്കൂ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ പറ്റും. അപ്പോലോ സാജമുണ്ടോ? അപ്പോലോ സാജമുണ്ടോ? അപ്പോലോ സാജമുണ്ടോ? ശാലോം പ്രഭു. ശാലോം അപ്പൊല്ലോസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രഭു, എൻ്റെ പേര് അപ്പൊല്ലോസ്. പൗലോസിൻ്റെ ഒരു കൂട്ടുവേലക്കാരനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്മരണീയ നിമിഷങ്ങളാണ്. കോരിന്ത് സഭയിലും എഫെസസ് സഭയിലും ആ വലിയ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ എൻ്റെ ഭാഗ്യമാണ്. ഒരിക്കലും ഒരു പ്രശംസയും ആഗ്രഹിക്കാത്ത പൗലോസ് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ വിവരണം കോരിന്ത് സഭയിലുള്ളവർക്ക് എഴുതി അറിയിച്ചു. ആ എഴുത്ത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചോട്ടെ പ്രഭു. You may proceed. അതിൽ താൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി തവണ അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഒന്നുപറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോരിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേർത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം മുറങ്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള ചിന്താഭാരവും എന്റെ തിരക്കും. ഇത്രയൊക്കെ സഹിച്ച ആ വ്യക്തി ഞങ്ങളുടെ കോരിന്ത് സഭയിൽ പല പക്ഷക്കാർ രൂപപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, പൗലോസും അപ്പൊല്ലോസും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമാണ്. സുവിശേഷ ഘോഷണത്തിൽ, സഭയുടെ വളർച്ചയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പറഞ്ഞ എല്ലാവരും പങ്കാളികളാണെങ്കിലും പൗലോസിനോളം അധ്വാനിച്ച ഒരു വ്യക്തി ഉണ്ടാകുമോ എന്ന് കാലം തെളിയിക്കട്ടെ. ഇങ്ങനെയുള്ള പൗലോസുമാരുണ്ടെങ്കിൽ ഈ ക്രിസ്തുമാർഗം എങ്ങനെ വളരാതിരിക്കും? ഇതിന്റെ വളർച്ച തടയുവാൻ എനിക്കോ റോമാ ഗവൺമെന്റിനോ സാധിക്കുകയില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. ഇത് പൗലോസ് അല്ലെങ്കിൽ പിന്നെ ആര്? ഇഫ് നോട്ട് പോൾ ദെൻ ഹൂ? ഈ വിസ്താരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുവരെയും ഞങ്ങളുടെ ഭാവന ശ്രദ്ധിച്ചുകൊണ്ടത് എല്ലാ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും അജിമാൻ ബ്രദേഴ്സിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളും. 1-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ അവസാനിക്കുമെന്നൊരു ക്രിസ്തുമാർഗം നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ലോകത്തിന്റെ 5 വൻകരുകളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. അർപ്പണബോധമുള്ള ദൈവദാസന്മാർ കർത്താവായ യേശുക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷ വ്യാപ്തിക്കായി ലോകത്തിന്റെ അറ്റത്തോളം ഇറങ്ങി പുറപ്പെട്ടു. നമ്മുടെ ബ്രദറൻ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും വിഭിന്നമല്ല. 1800-കളിൽ അയർലൻഡിലെ ടബിളിലും ഇംഗ്ലണ്ടിലെ പ്ലിമത്തിലും ആരംഭിച്ച ബ്രദറൻ പ്രസ്ഥാനം നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ലോകത്തെമ്പാടും വ്യാപിച്ചു. ദൈവകൃപയാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും ബ്രദറൻ സഭാ കൂടിയവരുകൾ ആരംഭിച്ചിട്ട് 1 നൂറ്റാണ്ട് പിന്നിട്ടു. എന്താണ് പ്രിയരെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രേരക ശക്തി? ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, സ്വയം പ്രശംസ ആഗ്രഹിക്കാത്ത നമ്മുടെ പിതാക്കന്മാരുടെ അർപ്പണബോധവും കഠിനാധ്വാനവും ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കുന്നു പ്രിയരെ? നാം ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട്. നാം ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ ചില നാളുകൾ കഴിയുമ്പോൾ നാം ഒരു ചരിത്രവും ചില സ്മാരകങ്ങളുമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തന്റെ ചങ്കരച്ചോരയാൽ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് നാം വിലങ്ങുതടികളായി മാറരുത്. വേർതിരിവിന്റെയും സ്വയം പ്രശംസയുടെയും ലോകമൈത്രത്തിന്റെയും കുത്തൊഴുക്കായിട്ട് നാം മാറിയിരിക്കുന്നു. വേർപെട്ടവരായ നമുക്ക് ഒരു മടങ്ങിവരവ് ആവശ്യമായിരിക്കുന്നു. ഈ 21-ാം കോമൺ ഗ്യാതറിംഗ് അതിന് മുഖാന്തരമായെങ്കിൽ എത്രയോ നന്നായിരുന്നു. If not me, then who? ഞാനല്ലെങ്കിൽ പിന്നെ ആര് എന്ന് നമ്മുടെ മനോഭാവം നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് പൗലോസിനെ പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം, ഞാനല്ല
എന്നോടുകൂടിയുള്ള ദൈവകൃപയാണ്. എന്നോട്ടായി ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആത്മീയമായി അന്ധത ബാധിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ, ഇരുളേറുന്ന ഈ ഭാരതത്തിൽ സുവിശേഷത്തിന്റെ ഇത്തിരി വ്യക്തവുമായിട്ട് നമുക്ക് കടന്നു ചെല്ലാം. അതിനുവേണ്ടിയല്ലേ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന ദൗത്യം. നമ്മുടെ പിതാക്കന്മാരുടെ മാതൃക നമുക്ക് പിൻപറ്റാം, ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.